ഗായ്സ് കണ്ടില്ലേ, മസാല ബിസ്ക്കറ്റിന് വേണ്ടിട്ട് എന്റെ അടുത്ത് കെഞ്ച. ഒന്നെങ്കിൽ ഞാൻ ഇവളെ ഫോണ് എടുത്തിട്ട് ചാർജിലിടണം, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് മസാല ബിസ്ക്കറ്റ് തന്നു. ഞാൻ അവളെ ഭർത്താവാണ്, രണ്ടും ചെയ്യണം. ഞാൻ പറഞ്ഞ അതിൽ ഏതെങ്കിലും ഒന്നേ ഞാൻ ചെയ്യും, ഏതെങ്കിലും ഒന്നേ ചെയ്യുള്ളൂ. ഒന്നെങ്കിലും മസാല ബിസ്ക്കറ്റ് എടുത്തരാം. അതാണ് ടാസ്ക്. അടുക്കള വരെ പോയിട്ട് ഈ കൈ എത്തും ദൂരത്താണ് ഓളം മൊബൈൽ പിന്നിന്റെ. ഏതോട്ടാ പറയും എന്താ ചെയ്യേണ്ടത്. അപ്പൊ മസാല ബിസ്ക്കറ്റ് എടുക്കണോ? ഏതോട്ടം പറയുന്നതായിരിക്കും. നിങ്ങളെ വീട്ടിലും അങ്ങനത്തെ പെശക് വർത്താനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഭാര്യമാരായിട്ട്? ഉണ്ടെങ്കിൽ അതൊക്കെ ആട്ടോ ജീവിതത്തിൽ രസങ്ങൾ. ഏതോട്ടം ഏതോട്ടം അതിൽ ഏത് തൊടുന്നു, ഏതോട്ടം അതിൽ ഏത് തൊടുന്നു, ഏതോട്ടം ഇതിൽ ഏത് തൊടുന്നോ അപ്പ ചെയ്യും. ഇതോട്ടെ അപ്പന്റെ കൈ തൊട്. ആ കായില് വിചാരിക്കട്ടെ. അതുപോലെ ഇത് ഇതോട്ടെ തൊട്. രണ്ടും തൊടണം. ഏതെങ്കിലും ഒന്ന് ഇതോട്ടെ പപ്പന്റെ കൈ മസാല ബിസ്ക്കറ്റ് വേണ്ട എനിക്ക്. നിങ്ങളതൊക്കെ കഴിഞ്ഞ് കിട്ടുമ്പത്തേനും അവളെ നുണ തീർന്നു പോകുന്നു. അതായത് ഇപ്പം തോന്നിയ നുണ അസ്തമിച്ചു പോകുന്നാണ് ഓള് പറയുന്നത്. ഗൈസ്, ബ്രിട്ടീഷ് ക്രീം ആരും തേക്കരുത് ഇതുപോലെ. മുത്തശ്ശി അവിടെയുണ്ട്. മുത്തശ്ശി നേരത്തെയും മടക്കി വെക്കാണ്, ഇപ്പോഴും മടക്കി വെക്കാണ്. മുത്തശ്ശി ഇപ്പൊ ചിരിക്കുന്നുണ്ട് ഞങ്ങളെ വർത്താനം. മഴക്കാലല്ലേ മക്കളെ, അയല് കണ്ടില്ലേ? നിങ്ങളെ വീട്ടിലും അയ്യോ പറയണ്ട് എന്റെ വായിൽ ഏത്തക്ക പൊഴിയില്. എന്താ കമന്റ് ചെയ്ത് ഞങ്ങൾക്ക് റേഷൻ അരി വരുമോ? ഇതാണ് ഞങ്ങളുടെ കുട്ടിച്ചുണ്ട്. ഞങ്ങൾ അവനെ കുട്ടിച്ചുണ്ട് ചെറുപ്പത്തിൽ വിളിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ വയറ്റുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ കുട്ടിച്ചുണ്ട് എന്ന് വിളിക്കും. പക്ഷെ ആ പേരൊക്കെ മറന്നു. അവന്റെ പേരാണ് എയ്ഡൻ ഗയാൻ, അഥവാ എയ്തു എന്ന് വീട്ടിൽ വിളിക്കും. ഏതോ നല്ല ആൻസറിനാണ് ഗൈസ്. അതാണ്